എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നവീൻ്റെ അമ്മ നല്ല ദേഷ്യത്തിലാണ്. നിൻ്റെ മനസ്സിൽ ആരാ ആ കനകയുടെ മോളാണെങ്കിൽ അത് നടക്കുകയില്ല കേട്ടോ, അത് ഞാൻ ഒരു കാരണവശാലും സമ്മതിച്ച് തരത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ നവീൻ ചോദിക്കുന്നുണ്ട്, അതിന് എൻ്റെ മനസ്സിൽ ആ നന്ദുവാണ് ഉള്ളത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? ഇല്ലല്ലോ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ കിടന്ന് ചൂടാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞാലും നടക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ പെണ്ണിനെയും അവളുടെ അമ്മയും കണ്ണെടുത്ത് കണ്ടുകൂടാ, എനിക്ക് അവരെ ഇഷ്ടമല്ല എന്ന് തന്നെ നവീൻ്റെ അമ്മ പറയുന്നു. അന്നേരം നവീൻ മനസ്സിൽ ഓർക്കുന്നുണ്ട്, അമ്മ ഇങ്ങനൊരു നിലപാടെടുത്തത് നന്നായി, എനിക്ക് ഈ കാര്യം പറയാലോ നന്ദുവിൻ്റെ അച്ഛനോടും അമ്മയോടും, അങ്ങനെ ആ കല്യാണത്തിൽ നിന്ന് ഒഴിവാകാലോ എന്നാണ് നവീൻ മനസ്സിൽ ഓർക്കുന്നത്. അപ്പം നവീൻ്റെ ഈ മുഖത്ത് ഈ വിഷമമൊക്കെ കാണുമ്പം അവരുടെ കാര്യസ്ഥൻ പറയുന്നുണ്ട്, മനസ്സിൽ നന്ദു തന്നെയായിരുന്നു, നന്ദു മേഡം തന്നെയായിരുന്നു എന്നാണ് തോന്നുന്നത് എന്ന്. തന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ, താൻ എൻ്റെ മനസ്സ് വായിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ് നവീൻ. അപ്പോൾ നവീൻ അങ്ങോട്ട് പോയി കഴിയുമ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ പച്ചക്കുടി കാണിച്ചതുകൊണ്ടാണ് അവൻ ഇവിടുന്ന് സന്തോഷത്തോടെ പുറത്തേക്ക് പോയത്, പക്ഷേ എന്തോ സങ്കടം അവൻ്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്, പോയ പോലെയല്ല അവൻ തിരിച്ചു വന്നേക്കുന്നത് എന്നൊക്കെ പറയുമ്പം കനക പറയുന്നുണ്ട്, ഇതിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവൻ്റെ അച്ഛൻ ഇവിടെ വന്നിട്ട് അവൻ്റെ വിവാഹം നടത്താതെ തിരിച്ചു പോകേണ്ടി വന്നാലും ആ കനകയുടെ മകളെ ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല, അവളുടെ സ്വഭാവം ശരിയല്ല എന്ന് പറയുന്നു. എന്നിട്ട് അതിന് കാരണം പറയുന്നുണ്ട് നവീൻ്റെ അമ്മ, പണ്ട് കനകയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു, എങ്ങനെയെങ്കിലും കോടീശ്വരന്മാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം മക്കളെ എന്നതായിരുന്നല്ലോ. അന്ന് തൊട്ട് കനകയെ കാണുന്നതാണ് നവീൻ്റെ അമ്മ. അന്ന് അമ്പലത്തിലൊക്കെ ചെല്ലുമ്പം ഏതെങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് ആമ്പിള്ളേർ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാനും അവരെ ഒന്ന് കറക്കിയെടുക്കാനും ഒക്കെ കനക നോക്കുമായിരുന്നു എന്ന്. അതുപോലെ അവർ വന്നിരിക്കുന്ന വണ്ടി എങ്ങനത്തെയാ, വലിയ വിലയുള്ള വണ്ടിയാണോ എന്നൊക്കെ പുറത്തിറങ്ങി നോക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ അമ്പലത്തിൽ സ്ഥിരമായിട്ട് വരാറുള്ള കാശുള്ള വീട്ടിലെ ആമ്പിള്ളേരുടെ ലിസ്റ്റ് വരെ അവൾ എടുക്കുമായിരുന്നു. അങ്ങനെ അത്യാർത്ഥി പിടിച്ച ഒരുത്തരുടെ മകളെ എനിക്ക് വേണ്ട എന്ന് നവീൻ്റെ അമ്മ പറയുന്നു. അത് ന്യായമായ കാര്യമാണല്ലോ. അന്നേരം മുത്തശ്ശൻ പറയും, എടി പണ്ടായിരുന്നു കനക അങ്ങനെ, ഇപ്പം അവളുടെ സ്വഭാവം മാറിയെന്ന്. അന്നേരം നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, അച്ഛ ആരൊക്കെ എങ്ങനെയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും അവർക്ക് അടിസ്ഥാനപരമായൊരു സ്വഭാവം കാണും, അത് വലിയ മാറ്റമൊന്നും വരികയില്ല, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് നവീൻ്റെ അമ്മ അങ്ങ് പോകുന്നു. ഇച്ചിരി വിഷമാവുന്നുണ്ട് മുത്തശ്ശനും. ഈ സമയം നവീൻ റൂമിലെത്തി ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുവാണ്. അന്നേരം നവീൻ്റെ പ്രതിബിംബം കണ്ണാടി നോക്കി സംസാരിക്കുവാണ്. അന്നേരം ഇങ്ങനെ നവീനോട് ചോദിക്കുവാണ്, നീ ആദ്യമായിട്ടല്ലേ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടത്, എന്നിട്ട് ഇതിപ്പം അത് മുടങ്ങുന്ന അവസ്ഥയാണല്ലോ എന്നിങ്ങനെ പറയുമ്പം നവീൻ പറയും, അനി എൻ്റെ സുഹൃത്താണ്, അവന് അവളെ ഇഷ്ടമാണെങ്കിൽ അവരുടെ ആ സ്നേഹബന്ധത്തിനിടയിലേക്ക് ഞാനൊരു വില്ലനായിട്ട് കടന്നു ചെല്ലില്ല, അവർ തന്നെ ജീവിതത്തിൽ ഒന്നിക്കട്ടെ, അതാണ് നല്ലത് എന്ന്. അന്നേരം പ്രതിബിംബം പറയുവാണ്, അതൊക്കെ നേര് തന്നെ, പക്ഷേ നിൻ്റെ അത്രയും ഉറ്റ സുഹൃത്തായ അനി നിന്നെ പറ്റിച്ചു, നിന്നോട് അവന് കാര്യങ്ങൾ തുറന്നു പറയായിരുന്നു, പക്ഷെ അവൻ അത് ചെയ്തില്ല, ആ സ്ഥിതിക്ക് അവന് ചെറിയൊരു ശിക്ഷ കൊടുക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം കൊടുക്കണം എന്നിങ്ങനെ നവീൻ പറയുന്നു. അന്നേരം പ്രതിബിംബം പറയുവാണ്, അങ്ങനെയാണെങ്കിൽ അവൻ ഈ കാണിച്ചതിന് നന്നായിട്ടൊന്ന് വട്ടം കറങ്ങണം, അതിനുള്ള കളികൾ നീ നടത്തണമെന്ന്. അങ്ങനെ തന്നെ നവീൻ തീരുമാനിക്കുന്നു. നവീൻ ഇങ്ങനെ പറയുവാണ്, ഉറപ്പായിട്ടും എന്നോട് അവന് കാര്യങ്ങൾ പറയായിരുന്നു, അവൻ പറയാത്ത സ്ഥിതിക്ക് നല്ല രീതിയിൽ അവനെ ഞാനൊന്ന് പേടിപ്പിക്കും, അതുപോലെ നന്ദുവിനെ നന്നായിട്ട് പേടിപ്പിക്കും. അവരൊന്നിക്കുന്നതിന് മുമ്പ് അങ്ങനെ പെട്ടെന്ന് ഒന്നിക്കണ്ട, ഇത്തിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇത്തിരി വിഷമിച്ചതിന് ശേഷം ഒന്നിച്ചാൽ മതി, അത് ഞാൻ തന്നെ ഒന്നിപ്പിക്കും എന്നും നവീൻ ഇങ്ങനെ ഓർക്കുന്നുണ്ടേ. പിന്നെയും നയനെ കാണിക്കുന്നുണ്ട്. നയന ഭയങ്കര സന്തോഷത്തിലാണ്. അന്നേരം ആദർശ് വന്നിട്ട് ചോദിക്കും, എന്താ ഭയങ്കര സന്തോഷം എന്ന്. അന്നേരം നയന പറയും, ഞാൻ നവീൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന്. അന്നേരം ആദർശ്, ഓ സ്വന്തം അനിയത്തിയുടെ ഭർത്താവാകാൻ പോവുകയാണല്ലോ നവീൻ ഇപ്പം, അതുകൊണ്ട് അതിനെപ്പറ്റിയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫുൾ ടൈം എന്ന് ചോദിക്കുന്നു. അന്നേരം അങ്ങനെയൊന്നും ഇല്ല ആദർശേട്ടാ എന്ന് പറയുമ്പോൾ ആദർശ് പറയുകയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ആ നാഗേന്ദ്രൻ അങ്കിളിനെ കുറിച്ച് മുത്തശ്ശനോട് പറയാൻ ചെന്നിട്ട് മുത്തശ്ശൻ കേട്ടില്ല, പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു, ആ ശങ്കരൻ അങ്കിളിലെ കാര്യങ്ങൾ തുറന്നു പറയാൻ ചെന്നപ്പോൾ മുത്തശ്ശൻ അത് കേൾക്കാൻ തയ്യാറായില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അന്നേരം നയന പറയുവാണ്, ഇനി ഏതായാലും അവന്തികയുടെ അച്ഛനോട് നമുക്ക് ശത്രുതയൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട എന്ന്. അന്നേരം ആദർശ് പറയുവാണ്, അതെങ്ങനെ സാധിക്കും, അയാൾ നമ്മളെ ശത്രുവായി കണ്ട് നമ്മുടെ ജ്വല്ലറി തകർക്കാൻ നടക്കുവാണ്, അപ്പോൾ ആ സ്ഥിതിക്ക് അയാളോട് സ്നേഹത്തോടെ പെരുമാറാനോ അല്ലെങ്കിൽ ശത്രുത വെക്കാതിരിക്കാനോ നമുക്കും സാധിക്കില്ലല്ലോ എന്ന് ആദർശ് പറയുന്നുണ്ട്. അന്നേരം നയന പറയുവാണ്, മുത്തശ്ശൻ്റെ ഈ സ്വഭാവം കൊണ്ട് ഇവിടെ രക്ഷപ്പെട്ട് നിൽക്കുന്ന മറ്റൊരാളാണ് എന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇനി ഒരിക്കലും എനിക്ക് അവരെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല, കാരണം അവരുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് ചതി, ഏതോ ചീത്ത സ്ത്രീക്കാണ് അവർ ഉണ്ടായതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയപ്പോഴെങ്കിലും അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരേണ്ടതായിരുന്നു, അത് ഞാൻ പറഞ്ഞു, അവരുടെ ബ്ലഡിലെ ചതിയുണ്ട്, അതുകൊണ്ട് അവരിനി ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല, സ്നേഹിക്കില്ല എന്ന് ആദർശ് പറയുന്നുണ്ട്. അന്നേരം നയന പറയുവാണ്, ഇതൊക്കെ നടക്കുമ്പോഴും എനിക്ക് വീട്ടിലെ കാര്യം ഓർക്കുമ്പം ഭയങ്കര സന്തോഷമാണ്, അച്ഛനും അമ്മയ്ക്കും
ഈ വിവാഹം നടക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നന്ദുവും നവീനും തമ്മിൽ നല്ല ചേർച്ചയാണ്. പിന്നെ ഇങ്ങനെയൊരു കാര്യം നവീൻ വന്ന് പറഞ്ഞ് പോയതിന് ശേഷം നമ്മളാരും അവനെ ഒന്ന് വിളിച്ചില്ലല്ലോ, അത് മോശമല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നു. എന്നാൽ ഇപ്പം തന്നെ വിളിച്ചേക്കാം എന്ന് പറഞ്ഞ് ആദർശ് നവീനെ വിളിക്കുവാണ്. എന്നിട്ട് നവീൻ വീട്ടിലുണ്ട് കേട്ടോ. ഫോൺ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കേട്ടോ, ഇങ്ങനൊരു കാര്യം മനസ്സിൽ വെച്ചോണ്ടല്ലേ അവിടെ വന്ന് സഹകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളോട് പറയുമായിരുന്നെങ്കിൽ ഇത് നേരത്തെ ഞങ്ങൾ നടത്തി തന്നേനെ എന്നൊക്കെ പറയുമ്പം അത് ആദർശേട്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിക്കി നിൽക്കുവാണേ നവീനെ. അപ്പോഴത്തേക്കും ഞാൻ നയനയുടെ കൈ കൊടുക്കാമെന്ന് പറയുന്നു. നയന ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നല്ലേ, ഇത് ഞങ്ങളോട് പറയാൻ മേലായിരുന്നോ, ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണ്, അച്ഛനും അമ്മയൊക്കെയാണ് ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുവാണ്, ഇടയ്ക്ക് ഞങ്ങൾ നവീൻ്റെ അങ്ങോട്ട് വീട്ടിലോട്ട് ഇറങ്ങാൻ കേട്ടോ എന്നൊക്കെ പറയുമ്പം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് വലിയ താല്പര്യമില്ല, അത് അവരെ അറിയിക്കാതെ ഒന്ന് പിടിച്ച് നിൽക്കുന്നുണ്ട് നവീൻ. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കും. ഫോൺ വെച്ച് കഴിഞ്ഞ് നയന ആദർശനോട് പറയുക നവീന എന്തോ ഒരു ചമ്മൽ പോലെയെന്ന്. അന്നേരം ഇത്രയും നാളും മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞില്ലേ, അതിൻ്റെയാണ് എന്ന് പറയുമ്പോഴത്തേക്കും നയന പറയുവാണ് എങ്ങനെയെങ്കിലും നമുക്ക് ഈ വിവാഹം നടത്തണം കേട്ടോ ആദർശേട്ട എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് ഉറപ്പായിട്ടും നമുക്ക് ഈ വിവാഹം നടത്തണം. ഇവിടെ നന്ദുവിന് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവളെ ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കണം. അന്ന് കോടതിയിൽ നവീൻ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട എന്നെ ആ നന്ദി നമുക്ക് തിരിച്ചു കാണിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഇത് എന്നൊക്കെ പറയുന്നു. കല്യാണം നമ്മൾ മുന്നിൽ നിന്ന് നടത്തുമെന്ന് ആദർശും നയനയും കൂടെ പറയുവാണ്. പിന്നെ അനന്തപുരിയിൽ ആരും പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിച്ചതിന് ശേഷം കഷ്ടപ്പെട്ട് അങ്ങ് ഇഷ്ടപ്പെടും. അത് അവിടുത്തെ ഒരു രീതി ആയതുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നമല്ല. പിന്നെ കാണിക്കുന്നത് കനകയും ഗോവിന്ദനെയാണ്. അവരും ഈ വിവാഹത്തെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കനകയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. നന്ദു വരാത്തതിൻ്റെ സങ്കടമൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അതിനിടയ്ക്ക് പറയുവാണ് എനിക്ക് നവീൻ മോനെ ഇനി വിട്ടുകളയാൻ പറ്റത്തില്ല, എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടന്നാൽ മതി, ഞാൻ ഇനി ജാതകം ഒന്നും നോക്കാൻ പോകുന്നില്ല, ഈശ്വര ഈ വിവാഹം നടക്കണേ എന്നിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അന്നേരം ഗോവിന്ദൻ ചോദിക്കും അവർ ജാതകം നോക്കിയാൽ എന്ത് ചെയ്യുമെന്ന്. അന്നേരം അവരങ്ങനെ നോക്കുമോ, നോക്കിയാലും ഈ വിവാഹം നടന്നാൽ മതിയായിരുന്നു, നന്ദും നവീൻ മോനും തമ്മിൽ നല്ല ചേർച്ചയുണ്ട്, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് പണ്ട് നീ കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് മക്കളെ വിവാഹം കഴിപ്പിച്ച് വിടണം എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു, ആ സ്വഭാവമൊക്കെ നിനക്കിപ്പം മാറി, എങ്കിൽ പോലും ആ രീതിയിലുള്ള ആലോചനകളല്ലേ നമുക്ക് വരുന്നുള്ളൂ. അനന്തപുരിക്കാരുടെ അത്രയും പ്രതാപം ഇവർക്കില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പൈസയുള്ളവർ പണക്കാരാണ് ഇവർ. അതുകൂടാതെ നവീനാണെങ്കിൽ നല്ലൊരു വക്കീലല്ലേ, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്ന് ഗോവിന്ദൻ പറയും. അന്നേരം കനക പറയുക അതെ, നവീൻ മോനാണെങ്കിൽ വക്കീല്, നന്ദു ആണെങ്കിൽ പോലീസ്, അങ്ങനെ രണ്ടുപേരും നിയമം കൈകാര്യം ചെയ്യുന്നവരാണ്, അവർ അതുകൊണ്ട് നന്നായിട്ട് ചേർന്ന് പൊയ്ക്കോളും എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് ശരിക്കും വേറെ ഏതെങ്കിലും കുടുംബത്തിലെ ആൾക്കാരാണെങ്കിൽ എപ്പോഴും തിരക്കുള്ള നന്ദുവിനെ മരുമകളായിട്ട് സ്വീകരിക്കാൻ തയ്യാറാകില്ലായിരുന്നു, ഇതിപ്പം ഇവർക്കും സമ്മതമായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ നവീൻ ഇവിടെ വന്ന് പറഞ്ഞത് എന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും വിവാഹം എങ്ങനെയെങ്കിലും ഒന്ന് നടത്തിയെടുക്കണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന കനകയെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇടയ്ക്ക് ഒന്ന് നന്ദുവിനെ വിളിക്കണം, എങ്ങനെയെങ്കിലും അവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകണം എന്നൊക്കെ കനക പറയുമ്പം നമ്മൾ അവളെ ഉപദേശിച്ചത് ഇത്തിരി കൂടി പോയല്ലേ എന്നും ഗോവിന്ദൻ ചോദിക്കും. അന്നേരം കനക പറയുന്നുണ്ട് അത്രയൊന്നും വേണ്ടായിരുന്നു എന്ന്. അത് കഴിഞ്ഞ് പിന്നെയും കാണിക്കുന്നത് നന്ദുവിനെയും അനിയാണ്. നന്ദുവിനാണ് വീട്ടിലോട്ട് പോകാൻ തോന്നുന്നില്ല, കാരണം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നവീൻ്റെ കാര്യം പറയുമെന്ന് നന്ദുവിനറിയാം, അതുകൊണ്ട് തന്നെ. അന്നേരം അനി പറയുന്നുണ്ട് ഇനിയിപ്പോൾ നീ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് സംശയമൊന്നും തോന്നിയില്ല, പിണങ്ങി ഇറങ്ങിയത് കൊണ്ട് എടുക്കാത്തതാണെന്നേ അവർ കരുതുള്ളൂ, ഇനി എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും വീണ്ടും ഫോണിലേക്ക് മെസ്സേജ് വരുന്നു. അതെടുത്ത് നോക്കുമ്പോൾ ഗോവിന്ദൻ അതിൻ്റെ അകത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മോളെ ഞാൻ നിന്നെ ഒരുപാട് തവണ വിളിച്ചു, നീ എടുത്തില്ല, അച്ഛനോട് പിണക്കം ആയതുകൊണ്ടാണോ, ഇനി അച്ഛൻ വഴക്ക് പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് എങ്കിൽ അച്ഛനോട് ക്ഷമിച്ചേരെ എന്നൊക്കെ പറഞ്ഞാണ് വോയിസ്. അത് കേൾക്കുമ്പം പിന്നെയും ഭയങ്കര വിഷമാവും നന്ദുവിനെ. നന്ദു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടേടാ, ഇനിയിപ്പോൾ അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാതിരിക്കുന്നത് എങ്ങനെയാണ്, ചെന്നാൽ എന്താ ചെയ്യുന്നത് അതും എനിക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയും. അതുപോലെ ആ വോയിസിനിടയ്ക്ക് നവീൻ ഇവിടെ വന്നായിരുന്നു, എന്തിനാ വന്നതെന്ന് മോൾക്ക് അറിയാമായിരിക്കുമല്ലോ, അതിനെക്കുറിച്ച് കൂടി സംസാരിക്കാനാണ് മോളോട് ഇങ്ങോട്ട് വരാൻ പറയുന്നത് എന്നോട് പറഞ്ഞായിരുന്നു. അന്നേരം ഭയങ്കര സങ്കടം അനി കണ്ടോ, അവൻ അവിടെ പോയും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇനിയിപ്പം അവർ ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോകും, നമ്മളിനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അന്നേരവും നന്ദു പറയുന്നുണ്ട് ഇതിവിടെ വരെ എത്തത്തില്ലായിരുന്നു, എങ്ങനെയാണ് ഇത് ഇവിടെ വരെ എത്തിയെന്ന്
നിനക്കറിയാലോ എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, നീ അതിനെന്നെ ഇനി കുറ്റപ്പെടുത്തണ്ട. എനിക്ക് ആകെ ടെൻഷനായിരുന്നു. നവീനെ പോലെ ഒരാൾ നിന്നോട് ഇഷ്ടമാണ് എന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ മനസ്സ് മാറിയാലോ എന്ന് ആ രീതിയിൽ ഞാൻ ചിന്തിച്ചു പോയി. അതെൻ്റെ തെറ്റാണ് എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അതിനാണ് സംശയം എന്ന് പറയുന്നത്. നിനക്ക് എന്നോട് യാതൊരു സംശയവും ഇല്ലായിരുന്നുവെങ്കിൽ നീ എന്നോട് ആ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേനെ. അങ്ങനെ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നവീനേട്ടനുമായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടേനെ. അതെല്ലാം തകർത്ത് നീയല്ലേ എന്നൊക്കെ ചോദിക്കും. അതുപോലെ ഇതിനിടയ്ക്ക് അനി നവീനെ വിളിക്കുന്നുണ്ട്. വിളിച്ചു കഴിയുമ്പം നവീൻ ഫോൺ എടുത്തിട്ട് എന്നെ അളിയാ എന്ന് ചോദിക്കും. അന്നേരം നീ ഇന്ന് നന്ദുവിൻ്റെ വീട്ടിൽ പോയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നന്ദുവിൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് എൻ്റെ മനസ്സിലുള്ളത് എല്ലാം ഞാൻ അവരോട് പറഞ്ഞു എന്ന് മാത്രമല്ല, ഞാൻ നന്ദുവിനോടും എൻ്റെ ഇഷ്ടം അറിയിച്ചിട്ടുണ്ട്. അവൾക്കും വലിയ എതിർപ്പൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ എതിർപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ അവൾ എന്നോട് നോ എന്ന് പറഞ്ഞേനേലോ. അങ്ങനെയൊന്നും പറഞ്ഞില്ല. ആ സ്ഥിതിക്ക് ഇനി എത്രയും പെട്ടെന്ന് വിവാഹം നടക്കും. എൻ്റെ കാര്യം നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു. അത് കേൾക്കാനോ അല്ലെങ്കിൽ അതൊന്ന് നടപ്പിലാക്കാനോ നിന്നെക്കൊണ്ട് സാധിച്ചില്ലല്ലോ. ഇനിയിപ്പം ഇതിനിടയ്ക്കൊരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് നടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ വിഷമിച്ച് കേട്ട് നിൽക്കുവാണ് അനിയെ. അന്നേരം നവീൻ ചോദിക്കും, നീ എന്തിനാ വിളിച്ചത്? എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാണെന്ന് കഴിയുമ്പം ഒന്നുമില്ല, നീ ഇന്ന് അവിടെ പോയി എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചതാന്ന് പറയുമ്പം പോവുകയും ചെയ്തു, കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു, എല്ലാം സക്സസ് ആവുകയും ചെയ്തു. ആ സ്ഥിതിക്ക് ഞാൻ നിനക്കൊരു ചിലവ് തരാമെന്നൊക്കെ പറയുമ്പം ആയിക്കോട്ടെടാ എന്നാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. ഫോൺ വെച്ചതിന് ശേഷം നവീൻ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്, അളിയ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. രണ്ടെണ്ണത്തിന് നല്ല രീതിയിൽ ഞാൻ വെള്ളം കുടിപ്പിക്കും, എന്നിട്ടേ നിങ്ങളെ രണ്ടെണ്ണത്തിന് ഞാൻ ഒന്നിപ്പിക്കത്തുള്ളൂ എന്ന്. ഈ സമയം അനി ആകെ ടെൻഷനിൽ ഈ കാര്യങ്ങളൊക്കെ നന്ദുവിനോട് പറയും. അന്നേരം നന്ദു പറയുക, ഈശ്വര നിന്നെ ഞാൻ കാണണ്ടായിരുന്നു, പരിചയപ്പെടണ്ടായിരുന്നു എന്ന്. അന്നേരം അനി ചോദിക്കും, നീ എന്താടി അങ്ങനെ പറയുന്നത്? നമ്മൾ രണ്ടുപേരും സ്നേഹിച്ചില്ലായിരുന്നു എങ്കിൽ ഇപ്പം നവീൻ്റെ ഈ ആലോചന വരുമ്പം നിനക്ക് കല്യാണത്തിലേക്ക് എത്തായിരുന്നു. അതാണോ നിൻ്റെ മനസ്സിലെന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇതാണ് നിൻ്റെ സംശയം. ഇങ്ങനെ നീ സംശയിക്കുന്നത് പോലും എനിക്ക് വിഷമമാട്ടോ അനി. ഞാൻ അങ്ങനെയൊന്നും അല്ല ചിന്തിച്ചത്. ഇനിയിപ്പം നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എങ്കിൽ പോലും ഞാൻ നവീനേട്ടനെ വിവാഹം കഴിക്കില്ലായിരുന്നു. കാരണം നവീനേട്ടനെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് ആനിയുടെ വിഷമം കാണുമ്പോൾ പറയുന്നുണ്ട്, ഇവിടെ നവീനേട്ടൻ്റെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് എൻ്റെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതുപോലെ നിൻ്റെ അമ്മ കാര്യങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. എൻ്റെ വീട്ടുകാരും നിൻ്റെ അമ്മയും ഇതെല്ലാം മനസ്സിലാക്കിയാൽ എത്രയും പെട്ടെന്ന് നമ്മൾ തമ്മിലുള്ള വിവാഹം നടന്നേനെ. അതിപ്പം എൻ്റെ ചേച്ചിമാരുള്ള വീടാണ് എന്നൊന്നും ഞാൻ ഓർക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ കുറച്ച് പ്രണയവും അവർ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക. ഈ കുഴിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ഓർത്ത് നിൽക്കുന്ന രണ്ടുപേരെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.